ഗാന്ധി ജംഗ്ഷൻ കാട്ടുശ്ശേരി റോഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി. ആലത്തൂർ എംഎൽഎയുടെ 2024-25 ബഡ്ജറ്റ് വിഹിതം ഉപയോഗിച്ചാണ് പ്രവർത്തനം തുടങ്ങിയത്. കെ.ഡി. പ്രസന്നൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ഓരോ എംഎൽഎക്ക് നിർദ്ദേശിക്കാവുന്ന ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തിയും കഴിഞ്ഞ 2-3 ബജറ്റിലായി തദ്ദേശ റോഡുകൾക്ക് വേണ്ടിയുള്ള ഒരു വിഹിതം മാറ്റിവെക്കാൻ വേണ്ടി നിശ്ചയിച്ചു. സർക്കാരിൻ്റെ പ്രത്യേക ഫണ്ടുകൾക്ക് പുറമെ വെള്ളപ്പൊക്ക നവീകരണ ഫണ്ടും തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിനും എല്ലാം പുറമെയാണ് ബജറ്റ് വിഹിതവും പഞ്ചായത്ത് റോഡുകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2024-25 ബജറ്റ് വിഹിതത്തിലാണ് ഈ റോഡ് ഉൾപ്പെടുന്ന 7 കോടി രൂപയുടെ പഞ്ചായത്ത് റോഡ് നവീകരണ പദ്ധതികൾ ഉള്ള നിർദ്ദേശം ഞാൻ നൽകി. അത് അതേപടി തന്നെ സർക്കാർ അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, പല റോഡിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ചിലത് പൂർത്തീകരിച്ചു. അത് ചെറിയ ഫണ്ടുകളുടെ റോഡുകളായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഈ റോഡ് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ ഫണ്ട് മലക്കുളം വരെയുള്ള ഭാഗം അല്ലെങ്കിൽ ഇരട്ടക്കുളം വരെയുള്ള ഭാഗത്തേക്ക് കൂടി വിനിയോഗിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തുക നമ്മൾ ഗാന്ധി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഈ വിവിധ റോഡുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നവീകരിക്കാൻ വേണ്ടി ആലോചിച്ചത്. പക്ഷേ അത് അംഗീകരിച്ച് കിട്ടുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു പദ്ധതി വിഹിതം എന്ന നിലയ്ക്ക് നവകേരള സദസ്സിൽ നമ്മൾ സമർപ്പിച്ച പ്രപ്പോസൽ ഗവൺമെൻറ് അനുവദിച്ചുകൊണ്ട് നെല്ലിയാങ്കുന്ന് മലക്കുളം റോഡിന് ഗവൺമെൻറ് അനുമതി തരികയും 7 കോടി രൂപ അതിന് പ്രത്യേകമായി സർക്കാർ നൽകുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ. വിനോദ് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷഹാന നജീബ്, രമ, മണികണ്ഠൻ, വാർഡ് മെമ്പർ ഫൗസിയ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.